കർണാടകത്തിൽ ഒരു പുതിയ വിവാദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അത് ജാതി സെൻസസ് ആണ്. ജാതി സെൻസസിന്റെ റിപ്പോർട്ട് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നു എന്നുള്ള വാർത്തകൾക്കിടയിൽ സർക്കാരിന് മുന്നറിയിപ്പുമായി കൊണ്ട് സർക്കാരിനെ ഇപ്പോൾ അധികാരത്തിലേറ്റിരിക്കുന്ന, അതായത് കോൺഗ്രസ് സർക്കാരിനെ അധികാരത്തിലേറ്റിരിക്കുന്ന ഏറ്റവും വലിയ സമുദായം രംഗത്തെത്തിയിരിക്കുന്നു. അവർ പറയുന്നത് ഈ റിപ്പോർട്ട് അംഗീകരിച്ച വലിയ പ്രക്ഷോഭങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലിംഗായത്ത് സമുദായമാണ് ഒരു വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. 2013-18 കാലയളവിൽ സിദ്ധരാമയ്യ തന്നെ 170 കോടി രൂപ മുടക്കിയിട്ടാണ് ജാതി സെൻസസിന് ഒരു കമ്മീഷനെ വെച്ചതും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതുമൊക്കെ. ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തെടുക്കണോ അതോ പുറത്തെടുക്കണ്ടയോ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ സിദ്ധരാമയ്യയും കോൺഗ്രസും. കാരണം കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം MLA-മാരും മന്ത്രിമാരുമൊക്കെ വീരശൈവ ലിംഗായത്ത് വിഭാഗത്തിൽ പെടുന്നവരാണ്. ലിംഗായത്തുള്ള പ്രധാനപ്പെട്ട ആവശ്യം ജാതി സെൻസസിനകത്ത് ലിംഗായത്ത് എന്ന് പറയുന്നില്ല, പകരം ലിംഗായത്തിൽ തന്നെയുള്ള ഉപജാതികളെ, ഏതാണ്ട് 103 ഉപജാതികളുണ്ട് ഈ വീരശൈവ ലിംഗായത്ത് വിഭാഗത്തിൽ. ഈ ഉപജാതികളെ ഡിവൈഡ് ചെയ്ത് അവരുടെ ശതമാനമാണ് എടുത്തിരിക്കുന്നത്. അത് തങ്ങളെ ഭിന്നിപ്പിക്കാനായിട്ട്, തങ്ങളെ കഷ്ണം കഷ്ണമായി മുറിക്കുകയാണ് ഈ സർക്കാർ ചെയ്തതെന്നാണ് ലിംഗായത്തുകൾ പറയുന്നത്. ലിംഗായത്തുകൾ പറയുന്നത് തങ്ങളുടെ സെൻസസ് എടുക്കുമ്പോൾ ലിംഗായത്ത് എന്ന് പറഞ്ഞ് എല്ലാവരെയും ചേർത്തൊരു ലിംഗായത്ത് ആകണം. അല്ല നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ നായരായാലും ഈഴവരായാലും ഒക്കെ അതിനകത്ത് തന്നെ ഉപജാതികൾ അനവധിയുണ്ട്. അങ്ങനെ ആ ഉപജാതികളെ തെരഞ്ഞെടുപ്പിച്ച് സെൻസസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നായർ ഇല്ലെങ്കിൽ ഈഴവ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ ശതമാനം ലഭിക്കുകയില്ല. കാരണം ഉപജാതികൾക്ക് പിള്ളയ്ക്ക്, നമ്പ്യാർക്ക്, നായർക്ക്, കുറുപ്പിന് അങ്ങനെ അനവധി പോകും. ഈഴവർക്കിടയിൽ തന്നെ പണിക്കര്, അങ്ങനെ അനവധി വിഭാഗങ്ങൾ അവർക്കിടയിലുമുണ്ട്. അങ്ങനെ എടുക്കരുത്. അത് തന്നെയാണ് ലിംഗായത്തുകളും പറയുന്നത്. തങ്ങൾക്കിടയിൽ 103 ഉപജാതി വിഭാഗമുണ്ട്, അതിനെ സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ലിംഗായത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ സമുദായത്തിൻ്റെ കെട്ടുറപ്പിനെ അത് ബാധിക്കുമെന്നുള്ള. ഏതായാലും സിദ്ധരാമയ്യ എന്ത് നടപടിയെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഏത് നടപടിയെടുത്താലും അത് വലിയ പ്രതിഷേധത്തിന് ഇട നൽകും. കാരണം ഇവരെ പേടിച്ചിട്ട് ഈ റിപ്പോർട്ട് വെക്കാതിരുന്നു കഴിഞ്ഞാൽ മറ്റു സമുദായങ്ങളും പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും വാളെടുത്തവൻ വാളാൽ തന്നെയാണ് തീരുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.